ഏറ്റവും ഇഷ്ടമുള്ള മാഷാരാ ഷെഫീഖ് മാഷ. ഏറ്റവും പേടിയുള്ള മാഷോ ഷെഫീഖ് മാഷ് തന്നെ. അങ്ങനെ പറയാൻ ഒരു അധ്യാപകനെ കൊണ്ട് കഴിഞ്ഞാൽ ഇപ്പോഴും ഞാൻ ആലോചിക്കുന്നത് ഞാൻ ചെയ്യുന്നത് ഇതിന്റെ ഏറ്റവും വളരെ കുറഞ്ഞ ലെവലിലേക്കാണ് കണ്ടുപിടിക്കുന്നത്. ഇത് ഞാനൊരു അന്വേഷണം നടത്തി എവിടുന്ന് കിട്ടും. അന്ന് 3ാം ക്ലാസ്സിലാണ് ഇതിന്റെ ഒരു ടേണിംഗ് പോയിന്റ്. നേരത്തെ ഞാൻ ഒരു പോയിന്റ് പറഞ്ഞില്ലേ, ദൈവാനുഗ്രഹം. അങ്ങനെ നമുക്കൊരു ചിന്ത ഉണ്ടെങ്കിൽ എല്ലാം സാധ്യമാക്കി തരുന്ന ഒരു അദൃശ്യ ശക്തി, അതാണ് ദൈവാനുഗ്രഹം. അപ്പോഴേക്കും സ്റ്റേജിലേക്ക് ഓടി എന്നെ തടഞ്ഞു വെക്കും, വാതിലടക്കും, കണ്ണ് നിറഞ്ഞു പോകും. സ്ക്രീനിലൂടെയുള്ള ഒരു പരിചയം മാത്രമേ ഉള്ളൂ. ആ കുട്ടി അത്രയും ആൾക്കാരുടെ ഇടയിൽ നിന്ന് ആ കുട്ടി കണ്ടെത്തി തെരഞ്ഞു പിടിച്ച് മാതാപിതാക്കളോടൊപ്പം നടന്ന കുട്ടിയെ, ആ കുട്ടി എന്നെ കണ്ടെത്തിക്കണമെങ്കിൽ ഞാൻ സത്യം പറയാണ്, ആദ്യമായിട്ട് ഒരു കുട്ടിയോട് മാപ്പ് പറഞ്ഞു. ഇന്ന് ആ കുട്ടിക്ക് ഞാൻ കൊടുക്കുന്ന കരുതലും സ്നേഹമൊക്കെ ഒരു ഡബിൾ ഇരട്ടിയാണ്. കാരണം അത് കൊടുക്കണം. കാരണം എന്റെ കണ്ണ് തുറപ്പിച്ചൊരു വിദ്യാർത്ഥിയാണ്. ഇങ്ങനെ ഞാൻ സഹായിച്ച ഒരു കുട്ടിയുടെ അടുത്തിരിക്കുന്ന കുട്ടി പറയാണ്, നിങ്ങൾ ഈ കുട്ടീനെയും കൂടി വിനോദയാത്രക്ക് പഠനയാത്രക്ക് ചേർക്കോ, ഓളെ പൈസ ഞാൻ തരാം. ഈ പരീക്ഷയിലൊക്കെ അപ്പൊ നല്ല ഗ്രേഡിങ് ഈ കുട്ടികൾക്ക് കിട്ടുന്നുണ്ടാവും. അപ്പൊ സ്വാഭാവികമായിട്ടൊരു താരതമ്യം വരുമോ? സാറിന്റെ ക്ലാസ്സിലെ കുറെ ഡിവിഷൻ ഇല്ല അവിടെ 4ാം ക്ലാസ്. അതൊക്കെ അതിലേ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ പറയുക, അധ്യാപകർ തമ്മിലൊരു മത്സരത്തിന്റെ സീൻ ഉണ്ടാവുന്നുണ്ട് ഇതിനിടയ്ക്ക്. അങ്ങനെയൊന്നും ഇല്ല. പക്ഷെ നമ്മളൊരു ടീമായിട്ടാണ് ഒരു ക്ലാസ് റൂമിൽ ഉണ്ടാവുക. നമ്മൾ കൊടുക്കുന്ന അതേ മെത്തേഡുകൾ അല്ലെങ്കിൽ അതേ വർക്ക്ഷീറ്റുകൾ, അതേ നോട്ട്സുകൾ, അതേ രീതികൾ, അതൊക്കെ നമ്മൾ ആദ്യം തന്നെ പ്ലാൻ ചെയ്തിട്ട് ക്ലാസ് റൂമിൽ ഷെയർ ചെയ്യും. ഈ നോട്ട്സ് ഞാൻ ഈ പരിസര പഠനമൊക്കെ, ഈ സയൻസും സാമൂഹ്യ ശാസ്ത്രമൊക്കെ പഠിപ്പിക്കുന്ന സമയത്ത് സ്വാതന്ത്ര്യ സമര സേനാനികളെ കുറിച്ചൊക്കെ പഠിപ്പിക്കണമെങ്കിൽ നമ്മുടെ മനസ്സിൽ നിൽക്കൂല. ഒരാൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും. നമ്മളെ ബാലഗംഗാധര തിലക് ആരാണ്, ഗോപാലകൃഷ്ണ ഗോഖലെ ആരാണ്, നമുക്ക് തന്നെ കൺഫേം ചെയ്യാൻ കഴിയുന്നില്ലല്ലോ. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ആ രൂപത്തില് സചിത്ര നോട്ട്ബുക്ക് എന്നാണ് ഞാൻ കൊടുത്തിട്ടുള്ള പേര്. ചിത്രസഹിതമാണ്. കുട്ടി കണ്ടെത്താനും കുട്ടിക്ക് ചിത്രങ്ങൾ അങ്ങോട്ട് കൊടുത്തിട്ട് ഈ രൂപത്തിലുള്ള ടെക്നിക്കുകളൊക്കെ നമ്മൾ ഷെയർ ചെയ്യണം. ഇപ്പൊ എനിക്ക് സന്തോഷം എന്ന് വെച്ചാൽ നമ്മുടെ നോട്ട്സുകൾ ക്ലിയർ പോകും എല്ലാ ക്ലാസ്സിലും. മാത്രമല്ല നമ്മൾ ഇങ്ങനെയുള്ള തവളകള് അങ്ങനത്തെ ലൈവായിട്ടുള്ള വസ്തുക്കളൊക്കെ കൊണ്ടുവരുമ്പോൾ എല്ലാ ക്ലാസ്സിലും പോയി കാണിക്കും. അല്ലെങ്കിൽ ഈ വലിയ പൊട്ടണ സാധനങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ കൊണ്ടുവന്നിട്ട് അതിനെക്കുറിച്ച് ഞാൻ ഇവർക്ക് വിശദീകരിച്ചു കൊടുക്കണ പോലെ തന്നെ വിശദീകരിക്കും. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നമായിട്ടൊന്നും തോന്നിയിട്ടില്ല. പക്ഷെ എനിക്ക് ഇത്രയേ ഉള്ളൂ, നമ്മളിത് ഇപ്പോഴും ഞാൻ ആലോചിക്കുന്നത് ഞാൻ ചെയ്യുന്നത് ഇതിന്റെ ഏറ്റവും വളരെ കുറഞ്ഞ ലെവലിലേക്കാണ്. ഇതിനേക്കാൾ നന്നായിട്ട് ഇതിപ്പോ ഞാൻ ആലോചിക്കായിരുന്നു, ഇതിപ്പം ഈ ക്ലാസ് 4ാം ക്ലാസ്സിൽ നിന്ന് കഴിയുന്ന ഒരു കുട്ടി ചിലപ്പോൾ ഇതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു പഠന രീതിയിലേക്കാവും പിന്നീട് പോകുന്നത്. ഇതിനൊരു കണ്ടിന്യൂറ്റി കിട്ടാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുമോ? കണ്ടിന്യൂറ്റി കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പാഠപുസ്തകത്തിൽ ഒരു പരിഷ്കാരം അതിനനുസരിച്ച് വരണം. ചെറിയൊരു പണ്ട് നമ്മൾ DPP കൊണ്ടുവന്നല്ലോ, വലിയൊരു പരിഷ്കാരമായിരുന്നു. അതുപോലെ ഒരു വലിയൊരു സഡൻ ആയിട്ടുള്ള ഒരു ചേഞ്ച് ഇതിനകത്ത് വരണം. ഒരു ചൈൽഡ്, ഞാൻ ഇപ്പോഴും ചൈൽഡ് ടീച്ചർ സെന്റേർഡ്. അതെ, ഇപ്പൊ ചൈൽഡ് സെന്റേർഡ് ആണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ കുഴപ്പം എന്താ വെച്ചാൽ എല്ലാ കുട്ടികളും കൃത്യമായിട്ടുള്ളൊരു ക്ലാരിറ്റി വരുത്തണില്ല. വരുത്തുന്ന ആൾ തന്നെ അത് ക്ലാരിറ്റി വരുത്തിക്കൊണ്ടേയിരിക്കുകയാണ്. പിന്നിൽ ലോ ലേണർ ഉണ്ടല്ലോ, നമുക്കൊക്കെ അറിയാലോ, നമ്മുടെ അനുഭവത്തിൽ കുറെ ഇങ്ങനെ സൃഷ്ടിക്കപ്പെടുന്നു. അവനെയും കൂടി പരിഗണിക്കുന്ന രൂപത്തിലുള്ള ഒരു ക്ലാസ് റൂം സിസ്റ്റം അത് ടെക്സ്റ്റ് ബുക്കിലാണെങ്കിലും ഇന്ന് വരുന്നുണ്ട്, ടെക്സ്റ്റ് ബുക്കിലും വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ വർക്ക്ഷീറ്റുകൾ, ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ അത്തരത്തിലുള്ള അവനെയും കൂടി പരിഗണിക്കുന്നുണ്ട് എന്നുള്ള തോന്നൽ അവന് സൃഷ്ടിക്കപ്പെടണം. അതാണ് ഇതിൻ്റെയൊക്കെ മെയിൻ. ഇതിപ്പോ നമ്മുടെ ഒരു ചാപ്റ്റർ ബേസ് ആയിട്ടാണോ മാഷി റീൽസ് ഒക്കെ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള ഭാഗങ്ങൾ മാത്രം റീലാക്കി പോകുന്ന സിസ്റ്റം ആണോ? ചാപ്റ്റർ ബേസിലാണ് ചെയ്യണത്. ഇപ്പൊ നമ്മളാ ഒരു ജൂൺ തൊട്ടുള്ളതാണ് നമ്മൾ ഇങ്ങനെ കണ്ടുവരുന്നത്. അപ്പൊ അവിടെ ഇങ്ങനെ നമ്മൾ കൂടുതൽ കൊടുക്കുന്നുണ്ട്. കൂടുതൽ കൊടുക്കുക എന്ന് പറഞ്ഞാല് നമ്മുടെ തലമുറ, ഇപ്പൊ ഞാനിപ്പോ നാളൊരു സംഭവം കേട്ടു, അയ്യങ്കാളി ദിനം നാളെ അവധിയാണ്. ഒരു 4ാം ക്ലാസ്സുകാരനോട് ചോദിക്കാണ്, അയ്യങ്കാളി നാളെ അയ്യങ്കാളി ലീവാണ് നമ്മളെ, അതാരാന്നുള്ളത് അവർക്ക് മനസ്സിലാവുന്നില്ല. എന്തിനാണ് ഈ ലീവ് എന്നുള്ളത് അറിയില്ല. അപ്പൊ നമ്മളത് എക്സ്ട്രാ കൊടുക്കേണ്ടി വരും. ഇതെന്തല്ല സിലബസ് അല്ല. അല്ലാത്ത അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ കൊടുക്കും. അങ്ങനെ കൊടുക്കുന്നതാണ്. സമയത്ത് വരുമ്പോൾ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. പിന്നെ ഈ സ്വാതന്ത്ര്യ ദിനവുമായി ബന്ധപ്പെട്ടിട്ട് ഏറ്റവും അറിയേണ്ടത് ഗുജറാത്തിലെ ആ സബർമതിയോ അല്ലെങ്കിൽ അവിടുത്തെ സംഭവങ്ങളോ അല്ല, അവനവന്റെ നാട്ടിൽ അവനവന്റെ ജില്ലയിൽ
സ്വാതന്ത്ര്യ പോരാട്ടം എന്തൊക്കെ നടന്നു എന്നുള്ള പ്രദേശങ്ങളിൽ അങ്ങനെ എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ ഞാനത് കണ്ടെത്തും. അതാ ജയിലിന്റെ ഒക്കെ മുന്നിൽ എടുത്ത വീഡിയോ ഞാൻ കണ്ടു. ഞാനത് കണ്ടെത്തുന്നെന്ന് വെച്ചാൽ ഞാൻ കാണുന്നതിനേക്കാൾ എന്റെ മക്കളത് കാണണം. അവർ പോയി കാണൂല എന്ന് എനിക്കറിയാം. എനിക്ക് നല്ല ആഗ്രഹം എന്ന് വെച്ചാൽ അവരെ നേരിട്ട് കൊണ്ടുപോകാനാണ്. പക്ഷെ എപ്പോഴും നമുക്ക് പ്രാക്ടിക്കൽ ആവില്ലല്ലോ. കുറച്ച് പരിമിതികളുണ്ട്. കാരണം അതിന്റെ ഒരുക്കം, അതിന്റെ കുട്ടികളുമായിട്ടുള്ള യാത്ര, അതിന്റെ ലിമിറ്റേഷൻസ്, ട്രാവലിങ്, പിന്നെ അതുപോലെ തന്നെ അതിലുണ്ടാവുന്ന നിയമക്കുരുക്കുകളൊക്കെ ഉണ്ടാവാം, എല്ലാത്തിനും ഉണ്ടാവുമല്ലോ. അപ്പൊ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ സഞ്ചരിക്കും. എന്നിട്ട് എൻ്റെ മക്കളോട് പറയണത് പോലെ തന്നെ മുന്നിൽ അവരുള്ള പോലെ പറയും. അങ്ങനെ പറഞ്ഞാൽ അവർക്ക് കിട്ടുന്ന ഇങ്ങനെയൊക്കെ ഇവിടെ സംഭവിച്ചിട്ടുണ്ടോ, അവനവന്റെ മുറ്റത്തുള്ള കാര്യങ്ങൾ അറിയാതെ ഇവര് ജാലിയൻ വാലാബാഗിനെ കുറിച്ചിട്ടും അറിയണം. പക്ഷെ ഇവിടെ മുറ്റത്ത് തന്നെ ബ്രിട്ടീഷുകാരന്റെ ബൂട്ടിൽ ശേഷിപ്പുകൾ ഉണ്ടാകുമ്പോ അതവർക്ക് നേരിട്ട് കാണിച്ചു കൊടുക്കുക അധ്യാപകന്റെ ബാധ്യത കൂടിയാണ്. രക്തത്തിന്റെ പകർപ്പ് ഇവിടെ ഉണ്ടല്ലോ. അതിനേക്കാൾ വലിയൊരു തെളിവില്ലല്ലോ. അവർക്ക് എത്തിക്കേണ്ടത് സാമ്രാജ്യത്വ ശക്തികൾ ബ്രിട്ടീഷുകാർ നമ്മളെ എന്ത് ചെയ്തിട്ടുണ്ട്, ചൂഷണം ചെയ്തിട്ടുണ്ട്, ദേഹോപദ്രവം ചെയ്തിട്ടുണ്ട്, അടിമപ്പണി ചെയ്യിപ്പിച്ച്, അതൊക്കെ അറിയിക്കാൻ ഏറ്റവും നല്ല വഴി നമ്മുടെ നാട്ടിലുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് വഴിയാണ് എത്തിക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അത് നേരത്തെ പറഞ്ഞ ഒരു ചാപ്റ്റർ ബേസ് തന്നെ, അതിൽ തന്നെ ഏറ്റവും ബേർഡനായിട്ട് കുട്ടികൾക്ക് തോന്നുന്നതും പിന്നെ നമുക്ക് അവർക്ക് ഇറങ്ങിച്ചെന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നതും ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ എന്ത് ചെയ്യും, ഒന്നിങ്ങനെ അരിച്ചെടുത്ത് മാറ്റി വെക്കും. ഇപ്പോഴും എന്റെ മനസ്സിൽ നെക്സ്റ്റ് പാഠത്തിൽ ഞാൻ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. ഇത് ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ഇത് ഈ പാഠഭാഗങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഏതെങ്കിലും ഒരു സംഗതി നമുക്ക് അവതരിപ്പിക്കാൻ ബുദ്ധിമുട്ടായത് കൊണ്ട് ഒഴിവാക്കേണ്ടി വന്നിട്ടുണ്ടോ? ആ പാഠം ഞാൻ വിചാരിച്ച മാതിരി എനിക്ക് കൺവേ ചെയ്യാൻ പറ്റുന്നില്ല, കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയില്ല എന്ന് വിചാരിച്ചിട്ട് മാറ്റി വെക്കേണ്ടി വന്ന ഏതെങ്കിലും ഭാഗമുണ്ടോ? അവിടെ ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളത്, ഞാൻ കണ്ടന്റുകളെ ചുരുക്കണ ആളല്ലേ, അത് ലളിതാക്കണതല്ലേ, ഇതുവരെയായിട്ട് അങ്ങനെ ഒരു ഉണ്ടായിട്ടില്ല. ഒട്ടകത്തിന്റെ എനിക്ക് ക്ലാസ് റൂമിലോ സ്കൂളിലോ അതെ ക്ലാസ് റൂമിൽ കൊണ്ടുവരാൻ കഴിയില്ല. സ്കൂളിൽ വേണമെങ്കിൽ ഒന്നിച്ച് കൊണ്ടുവരാം. പക്ഷെ അത് കൊണ്ടുവരുന്നതോട് കൂടിയിട്ട് ആ സ്കൂളിന്റെ ഒരു അന്തരീക്ഷം മൊത്തം മാറും. എല്ലാ കുട്ടികളും ഇതിന്റെ ഭാഗമായിട്ട് മാറും. പിന്നെ ഇത് ഞാനൊരു അന്വേഷണം നടത്തി, എവിടുന്ന് കിട്ടും. അപ്പൊ എനിക്ക് കിട്ടിയ സ്ഥലം പാലക്കാടാണ്. സാധ്യത. പിന്നെ നെക്സ്റ്റ് നമ്മൾ പറയും, എന്റെ ഹോംവർക്ക് എന്ന് പറയുന്നത് അധ്യാപകൻ എന്നുള്ള നിലക്ക് ഇതൊക്കെ പിന്നിൽ എന്താ പറയുക, പാഷനാണ്. എന്റെ കുട്ടിയിലേക്ക് ചെറുപ്പം മുതൽ തന്നെ അധ്യാപകനം എന്നത് തന്നെയായിരുന്നു പാഷൻ. ഇപ്പൊ നമ്മളോടൊക്കെ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ചോദിക്കുമല്ലോ ആരാവാനാണ് ആഗ്രഹം, അന്ന് മുതലേ പറയുന്നത് അധ്യാപകനാകാനാണോ? അന്ന് 3ാം ക്ലാസ്സിലാണ് ഇതിന്റെ ഒരു ടേണിംഗ് പോയിന്റ്. 3ാം ക്ലാസ്സിലെ ടീച്ചർ നമുക്കൊരു കോൾ ഉണ്ടാവും, അംബീഷൻ. അപ്പൊ ടീച്ചർ പറഞ്ഞു, സൂറ ടീച്ചർ, എന്റെ അറബി ടീച്ചർ. അപ്പോൾ ഞാൻ എല്ലാവരും ഇങ്ങനെ ഓരോന്ന് എഴുതുന്നുണ്ട്. അതിൽ 2 കോളം ഉണ്ടായിരുന്നു. 2 കോളത്തിൽ എഴുതാൻ വേണ്ടിയിട്ട് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞതാണ് അവിടെ അധ്യാപകൻ, മുദരിസ്, അതിൻ്റെ കൂടെ ഫാർമർ. ഇത് രണ്ടുമാണ് അന്ന് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. ആ മുദരിസൻ, ആ ഒരു അധ്യാപകൻ എന്ന് എഴുതി വെച്ചതാണ് പിന്നീട് അതിന് തിളക്കം വരുന്നത് ആഫ്റ്റർ പ്ലസ് ടുവിന് ശേഷമാണ്. ഇനി അതിലേക്കുള്ള വഴി എന്താണ്, എളുപ്പത്തിൽ, അങ്ങനെയാണല്ലോ ഇന്നലുള്ള ആ ക്രൈസ് എളുപ്പത്തിലാക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നേരെ +2 കഴിഞ്ഞു, പടിഞ്ഞാറ്റുമുറി ഫസ്റ്റ് വെരി TTAയിൽ നേരെ അഡ്മിറ്റ് ചെയ്തു. അവിടുന്ന് നേരെ അത് കഴിഞ്ഞതിന് ശേഷം വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അതിൻ്റെ റിസൾട്ടൊക്കെ വരുന്നതിന് മുന്നേ തന്നെ നമ്മുടെ പെർഫോം അറിഞ്ഞിട്ടോ എന്തോ അറിയില്ല, ഒരു കാച്ചിനിക്കാട് മനാർ അവിടെ ഒരു അൺഎയ്ഡഡ് സ്കൂൾ, അവിടെ ഞാൻ അത് റിസൾട്ട് വന്നിട്ടില്ല. അതിന്റെ മുന്നേ തന്നെ അതൊക്കെ വലിയൊരു ഭാഗ്യമാണ്. കാരണം നമുക്ക് ആഗ്രഹിക്കുന്ന ജോലിയിലേക്ക് നമുക്ക് പെട്ടെന്ന് അവസരങ്ങൾ കിട്ടുക എന്ന് പറയുന്നത്. ഫാസ്റ്റ് ആയിട്ട് എത്തി അവിടെ കുറച്ചു കാലം അധ്യാപകനായി. പിന്നെയാണ് ഇങ്ങനെ ഒരു അവസരങ്ങളൊക്കെ വരുന്നത്, പൊതുവിദ്യാലയ മേഖലയിലേക്ക് കടന്ന് വരുന്നത്. അത് തന്നെ ആളുകളുടെ നമ്മൾ പറയല്ലേ, ഈ ഷെഫീഖ് ഇവിടെ വേണം, ആ രൂപത്തിലുള്ള ചില കമന്റുകളൊക്കെ ഉണ്ട്. ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് ഇതുപോലൊരു ഭാഷ ഉണ്ടായില്ലല്ലോ. അത് പാഷനും കൂടി ആയപ്പോ, നേരത്തെ ഞാൻ ഒരു പോയിന്റ് പറഞ്ഞില്ലേ, ദൈവാനുഗ്രഹം. അങ്ങനെ നമുക്കൊരു ചിന്ത ഉണ്ടെങ്കിൽ എല്ലാം സാധ്യമാക്കി തരുന്ന ഒരു അദൃശ്യ ശക്തി, അതാണ് ദൈവാനുഗ്രഹം. ആ പിൻബലത്തിലാണ് നമ്മൾ ഇപ്പം ഈ ഒരു സ്റ്റുഡിയോയിൽ വരെ എത്തുന്നത്. ഇന്നത് മാത്രല്ല, നമുക്ക് സ്ഥിരമായിട്ട് കോണ്ടാക്റ്റുകളൊക്കെ വരും. പക്ഷെ നമുക്ക് ഒരൊറ്റ സംഗതിയുള്ളൂ,
എൻ്റെ അധ്യയനത്തിനൊരു മുടക്കം വരരുത്. അതെ അതെ അതെ. ഇപ്പൊ നമ്മൾ ഇപ്പൊ വിളിക്കുന്ന നമ്മൾ തെരഞ്ഞെടുത്ത സമയം കറക്റ്റ് ആണ്, സ്കൂൾ ലീവുള്ള സമയമാണ്. അതെ അതെ, അതുകൊണ്ട് കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടി. അതുകൊണ്ടാണ് ഞാൻ വന്നത്. സ്കൂൾ ഒഴിവാക്കിയിട്ട് ഇത്തരം പ്രവർത്തനങ്ങൾക്കൊന്നും പോവില്ല. അത് പോകും, അത് അവർക്ക് സ്കൂളുകളിലേക്ക് മറ്റുള്ള കുട്ടികളെ ആവശ്യപ്പെടും. അവരുടെ ഷെഫീഖ് മാഷ് ഒന്ന് ഞങ്ങളെ സ്കൂൾക്ക് കൊണ്ടുവരും, ഞങ്ങൾ വീഡിയോയിലൊക്കെ കാണുന്ന മാഷല്ലേ, പ്ലീസ് ടീച്ചറെ എന്നൊക്കെ പറഞ്ഞ് റിക്വസ്റ്റുകൾ വരും, റെക്കമെൻഡുകൾ വരും. അങ്ങനെയെങ്കിൽ നിശ്ചിതം ഒരു വർഷം ഏകദേശം ഒരു 15-16 സ്കൂൾ ഒരു വർഷം പോകും. അത് വിദ്യാരംഗത്തിന്റെ കീഴിൽ എന്റർടൈൻമെന്റ് ആണ് ഉദ്ദേശം. ഞാൻ വന്നു കിട്ടിയാൽ മതി എന്നുള്ള രൂപത്തിലാണ് കുട്ടികൾ അവിടെ പോയാലും ഈ രീതിയിൽ തന്നെ അവർക്ക് ക്ലാസ് എടുത്ത് കൊടുക്കുക. ശരിക്കും പറഞ്ഞാല് ഒരു വല്ലാത്തൊരു എന്റർടൈൻമെന്റ്. കാരണം തിരിച്ച് നമ്മളിപ്പോ അവിടെ ഒരു ആ കുട്ടികളെ സംബന്ധിച്ച് അവർ റീലിൽ കണ്ട അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു മാഷ് നേരിട്ട് അവരുടെ മുന്നിൽ വരുന്ന ഒരു സാധനം പ്രസംഗം നടത്തുന്നത് വരെ കുട്ടികള് എന്റെ അങ്ങനെ പിന്നെ എനിക്ക് അവിടെ നിന്റെ പ്രോഗ്രാം അവസാനിപ്പിച്ച് നന്ദി പറയാൻ പോലും ആ ചടങ്ങിന് ആ കുട്ടികള് സമ്മതിക്കും. അപ്പോഴേക്കും സ്റ്റേജിലേക്ക് ഓടി എന്നെ തടഞ്ഞു വെക്കും, വാതിലടക്കും. വല്ലാത്തൊരു അനുഭവമാണ് ഈ കുട്ടികളുടെ സ്നേഹപ്രകടനം. കാരണം അതിനകത്ത് നിഷ്കളങ്കമായ ഒരു സ്നേഹമാണല്ലോ അത്. ഇന്നും എന്നിലുള്ള ഒരു വലിയ നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു പ്രയാണത്തിലെ ഏറ്റവും വലിയൊരു ഒരു ഘടകം, ഫാക്ടർ അളവറ്റ സ്നേഹം. അതുപോലെ തന്നെ നിഷ്കളങ്കമായ സ്നേഹം. നമ്മളൊന്ന് ദേഷ്യപ്പെട്ടാൽ ആ ദേഷ്യപ്പെടുന്നത് പോലും അവരെ ഉള്ളിൽ തട്ടും. അതെന്തിനറിയോ? അയ്യോ, എന്നെ എത്രമേൽ സ്നേഹിക്കുന്ന അധ്യാപകൻ ചീത്ത പറഞ്ഞല്ലോ, അതിനൊരു കാരണം ഉണ്ടാകുമല്ലോ എന്ന് അവർ ചിന്തിക്കും. അത് തട്ടിക്കഴിഞ്ഞാൽ അവന്റെ മനസ്സില് വീണ്ടും ആ സ്നേഹം കൂടുക, അവസാനിക്കുന്നില്ല. സംഭവിക്കുന്നത് ദേഷ്യപ്പെടുക എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഉണ്ടാവും. അത് നമ്മളെ കുഴപ്പം കൊണ്ടല്ല, അവരെ ബോധ്യപ്പെടുത്തുക എന്നുള്ള ഒരു അധ്യാപകന്റെ വലിയ സംഗതി. നമ്മൾ നന്നായിട്ട് ഷൗട്ട് ചെയ്തു, നമ്മൾ നമ്മുടെ ആ മൂഡുകളൊക്കെ അവിടെ പറഞ്ഞു തീർത്തു, എന്തെങ്കിലുമൊക്കെ ചെയ്ത് തീർത്തു കഴിഞ്ഞാൽ അവിടെ മനസ്സിലൊരു ഭീകരമുഖേക്കാൻ കഴിഞ്ഞാൽ ആ നിമിഷം കഴിഞ്ഞാൽ ഒരു വീടുകളിൽ അച്ഛനും അമ്മയും എങ്ങനെയാണോ അതുപോലെയുള്ള ഒരു ഇടപെടൽ ഉണ്ടാവുമ്പോൾ തിരിച്ചവർ വരും. ഏറ്റവും ഇഷ്ടമുള്ള മാഷാരാ? ഷെഫീഖ് മാഷ. ഏറ്റവും പേടിയുള്ള മാഷോ? അങ്ങനെ പറയാൻ ഒരു അധ്യാപകനെ കൊണ്ട് കഴിഞ്ഞാൽ അയാളുടെ വിജയമാണത്. അതിന്റെ അർത്ഥം ആ കുട്ടികൾക്ക് അവിടെ ഒരു റിലേഷൻ ഉണ്ട് അല്ലെ? അങ്ങനെയാണ് ഇപ്പൊ നമ്മൾ പോണത്. അവരെ മനസ്സിൽ ഇപ്പോഴും ഏറ്റവും ഇഷ്ടമുള്ള മാഷാണ്. ഇത് മറ്റു സ്കൂളുകൾ പോകുമ്പോൾ കിട്ടുന്നത് അവിടെ നമുക്ക് അവിടെ ദേഷ്യപ്പെടാനൊന്നുമില്ല. അന്ന് കിട്ടുന്ന സ്നേഹം അവരുടെ ജീവിതത്തിൽ മറക്കില്ല. എനിക്ക് ജീവിതത്തിൽ അങ്ങനത്തെ ഒരു മറക്കാനാവാത്ത അനുഭവം പറയാനുണ്ടോ? മറക്കാനാവാത്ത അനുഭവം എന്ന് പറഞ്ഞാല് തിരക്കുള്ള ഒരു സ്ഥലത്തുനിന്ന് ഒരു കുട്ടി കണ്ടെത്തി. നല്ല ക്രൗഡാണ്. ആ കുട്ടി കണ്ടെത്തിയിട്ട് വീട്ടുകാരെ തിരിച്ചു പോവാന് സമ്മതിച്ചില്ല. ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ട് ഞാൻ ഷെഫീഖ് മാഷനെ എനിക്ക് ഉറപ്പാ പറഞ്ഞ് കുറെ തേടി പിടിച്ച് വന്നു. ഞാന് എനിക്കൊരു വിവരമില്ല, പക്ഷെ എന്നെ തേടി പിടിച്ചിട്ട് വന്നു. എപ്പോഴോ പോകേണ്ടതാ മാഷെ, ഇവിടെ നിങ്ങളെ കണ്ടു എന്ന് പറഞ്ഞിട്ട് ആ തേടി പിടിച്ച് ഇവിടെയാണ് അവിടെയാണ് എനിക്കറിയാം എന്നിട്ട് കണ്ട്. അത് എങ്ങനെയാ സ്ക്രീനിലൂടെ ഉള്ള ഒരു പരിചയം മാത്രമേ ഉള്ളൂ. ആ കുട്ടി അത്രയും ആൾക്കാരുടെ ഇടയിൽ നിന്ന് ആ കുട്ടി കണ്ടെത്തി തെരഞ്ഞു പിടിച്ച് മാതാപിതാക്കളോടൊപ്പം നടന്ന കുട്ടിയെ ആ കുട്ടി എന്നെ കണ്ടെത്തിക്കണമെങ്കിൽ അവരെ മനസ്സിൽ ഞാൻ കൊടുക്കണ ഒരു സ്ഥാനം വലുതാണല്ലോ. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാക്കുന്നത്. സങ്കടം തോന്നിയില് എനിക്ക് ഏറ്റവും സങ്കടം തോന്നിയൊരു വിഷയമായിട്ടോ ഞാൻ അധ്യാപകൻ എന്നുള്ളത് എനിക്ക് പറയാണ്. ഈ ജീവിത സാഹചര്യങ്ങൾ പലർക്കും പല പോലെയാണ്. കുട്ടികൾക്കും അപ്പൊ എനിക്ക് ഇന്ന് ഈ വർഷം ഉണ്ടായതാട്ടോ. ഇതിന് മുന്നേ ഒന്നും ഇല്ല, കാരണം കുട്ടിയെ എനിക്ക് നന്നായിട്ട് അറിയാം. എല്ലാ കുട്ടികളും നന്നായിട്ട് പഠിച്ചിട്ട് ഞാൻ ഏത് പ്രവർത്തനം കൊടുക്കുള്ളൂ. കാരണം നമ്മളെ വാക്കിൽ പോലും അവർക്കൊരു ഹേർട്ട് ചെയ്യണ ഒരു സാധനം ഉണ്ടാവാൻ പാടില്ല എന്ന് കരുതിയിട്ട് ഞാൻ എപ്പോഴും പഠിക്കും. പക്ഷെ ഇതിൽ എനിക്ക് ഒരു ക്ലാരിറ്റി വരുത്താൻ കഴിഞ്ഞില്ല. അപ്പൊ ഞാൻ ഒരു ചെറിയ റീസൺ ആണ്, പേരൊന്നും സൂചിപ്പിക്കണില്ല. ഒരു എന്താണ് ഫാമിലി പാരന്റിനിടയിൽ ചെറിയ ഒരു കപ്പിൾ ലൈഫിൽ ഇതൊക്കെ ഒരു വിഷയമായിട്ട് എന്തോ ഒരു സംഗതിയാണ്. അപ്പൊ ഞാൻ ആ കുട്ടിയോട് ചെയ്തു വരാത്തതിന്റെ പേരില് ഹോംവർക്ക് ഒന്നല്ല, അങ്ങനെയല്ല, ഒരു കാര്യം സ്കൂളുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഹോംവർക്ക് ഒക്കെ വളരെ ലഘുവായിട്ട് കൊടുക്കണ ഒരാളാണ്. കാരണം ഇന്നാലെ പരമാവധി സ്കൂളിൽ നിന്ന് ചെയ്യാം, വീട്ടിൽ നിന്ന് കുറെ കാര്യങ്ങളില്ല, അവിടെ ഓർത്തെടുക്കാനുള്ള സാധനങ്ങൾ മാത്രമേ കൊടുക്കുള്ളൂ. അങ്ങനെ ചെയ്തുവന്ന സമയത്ത് ഒരു കുട്ടി ഇതുപോലെ പറഞ്ഞപ്പോ ഞാനിങ്ങനെ അറിയാതെ പറഞ്ഞു. സത്യത്തില് അന്ന് എനിക്ക് വലിയ വിഷമം തോന്നി. കാരണം എന്നപ്പോ പിന്നോട് മറ്റുള്ള കുട്ടികൾ പറഞ്ഞു ഇന്ന കേസാണ്, ഞാൻ പറയണില്ല, വിഷയം പറയണില്ല, അതുകൊണ്ട് അവളത് ചെയ്യാൻ സാധ്യതയില്ല എന്നോട് പറഞ്ഞപ്പോ ഞാൻ സത്യം പറയാണ്, ആദ്യമായിട്ട് ഒരു കുട്ടിയോട് മാപ്പ് പറഞ്ഞു.
സോറി കൈ നമുക്ക് അറിയുന്നില്ലല്ലോ ആ കുട്ടിയുടെ സാഹചര്യം ചെയ്തിട്ട് കൈ കൊടുത്ത് മാപ്പ് പറഞ്ഞു. വിഷമം തോന്നി, അതാണ് എനിക്ക് ഉണ്ടായ സങ്കടം. ആ കുട്ടിയോട് പറഞ്ഞു എനിക്ക് അറിയില്ല കേട്ടോ ഇതുകൊണ്ടാണ് എന്നുള്ളത്, ഇനി വിഷമം തോന്നണ്ട കേട്ടോ. അങ്ങനെ ഇന്നിപ്പോ ഞാൻ ആ കുട്ടിയെ ആദ്യം കെയർ ചെയ്യും. അതായത് കൂടുതലായിട്ട് നമ്മളൊരു കൂടുതൽ അറ്റൻഷൻ കൊടുത്ത ആ കുട്ടിയെ ആ സാഹചര്യത്തിൽ നിന്ന് മോചിപ്പിച്ചു കൊണ്ടുവരാൻ നമുക്ക് പറ്റാന്നുള്ളതാണ്. കൊടുന്നു മാത്രമല്ല, ശരിക്കും പറയാം നമ്മൾ കാല് പിടിച്ച് മാപ്പ് പറഞ്ഞു. ഒരു അധ്യാപകൻ അത്തരത്തിലേക്ക് താഴ്ന്നു പോകണമെന്നുണ്ടെങ്കിൽ അത്ര മാത്രം അദ്ദേഹത്തിൽ അത് തട്ടിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇനി അങ്ങനെ ഒരു സംഭവം കുട്ടിയെ അറിയാതെ നമ്മൾ കാര്യങ്ങൾ പറയുമ്പോൾ അവർക്ക് മനസ്സിൽ തട്ടുന്ന സംഭവങ്ങൾ ചെയ്താലൊക്കെ ഉണ്ടാവുന്ന വലിയൊരു വിഷയം അവരെ മനസ്സ് നമ്മളെ പോലെ തന്നെയാണ്, അത് വേഗം വേദനിക്കും. നമ്മളെ പോലെ പറഞ്ഞാൽ നിഷ്കളങ്കരമായ മനസ്സാണെന്നുണ്ടെങ്കിൽ അത് കുറെ നേരത്തിന് എന്ത് ചെയ്യും, ഏങ്ങലായിട്ട് നിൽക്കും. അതുകൊണ്ട് ഇനി അങ്ങനെ ഉണ്ടാവരുത് എന്നുള്ളത് വിചാരിച്ചിട്ട് ഇന്ന് ആ കുട്ടിക്ക് ഞാൻ കൊടുക്കുന്ന കരുതലും സ്നേഹമൊക്കെ ഒരു ഡബിൾ ഇരട്ടിയാണ്. കാരണം അത് കൊടുക്കണം, കാരണം എന്റെ കണ്ണ് തുറപ്പിച്ചൊരു വിദ്യാർത്ഥി. അത്തരം ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് ഒരു അനുഭവങ്ങളുടെ ഒരു കലവറ കൂടിയാണല്ലോ അധ്യാപക ലൈഫ് എന്ന് പറയുന്നത്. അങ്ങനെയാണ് പോണത്. പിന്നെ ഞാന് പരിമിതികൾ ഇല്ലായ്മകൾ അറിഞ്ഞ ഒരാളാണ്. അങ്ങനെയാണ് നമ്മുടെ ലൈഫ് ഒരു പ്രധാനമാണ്, ഏറ്റവും വലിയ ഘടകം അതാണ്. കാരണം അതിന്റെ രുചി അറിയാം, അവഗണനയുടെ രുചി അറിയാം, ഇല്ലായ്മയുടെ രുചി അറിയാം, നമ്മുടെ ജീവിതത്തിൽ തന്നെ ഒരുപാട് പാഠങ്ങളുണ്ട്, മാറ്റി നിർത്തലിന്റെ രുചി അറിയാം, നന്നായിട്ട് ഒരു വിഷയത്തിൽ പഠിക്കാൻ പറ്റാതെ പോയതിന്റെ വേദന അറിയാം. അപ്പോ അതൊക്കെ അനുഭവിച്ചൊരു അധ്യാപകൻ ഞാൻ. എന്റെ മുന്നിലിരിക്കുന്ന ഒരു കുട്ടിക്കും അത്തരം സാഹചര്യം ഉണ്ടാവരുത്, ഇല്ലായ്മകൾ ഉണ്ടാവാം, പക്ഷെ ആ മറ്റുള്ള കുട്ടികൾക്ക് തുല്യരായ വിധത്തിൽ അത് ആസ്വദിക്കാനുള്ളൊരു അവസരം കൊടുക്കും. ഒരു ദിവസം ക്ലാസ്സിൽ ഒരു കണക്ക് അവതരിപ്പിച്ച സമയത്ത് പിസയെ കുറിച്ച് പറഞ്ഞു. ഏത് ഫ്രാക്ഷൻസ് പഠിപ്പിക്കണം, കാൽഭാഗം അരഭാഗം എന്നൊക്കെ പറഞ്ഞ് പിസയുടെ ഒരു ഷേപ്പൊക്കെ കൊടുത്തിട്ട് പഠിപ്പിക്കുന്ന സമയത്ത് ഒരു കുട്ടി പറഞ്ഞു പിസേ. അപ്പൊ കുട്ടിയെ കേട്ടിട്ടില്ല, കഴിച്ചിട്ടില്ല, അത് കേട്ടിട്ടില്ല. അപ്പൊ ഞാൻ എന്താ അറിയില്ലേ, ഞാൻ കേട്ടിട്ടില്ല, ഞാൻ കണ്ടിട്ടൊന്നുമില്ല. അങ്ങനെയുള്ള ഒരു കുട്ടിക്ക് മുന്നില് ഇതുവരെ അങ്ങനത്തെ ഒരു അനുഭവം ഇല്ലെങ്കിൽ ഒരു അധ്യാപകൻ എന്നുള്ളത്, ഞാനത് എല്ലാവരും ചെയ്യണമെന്നല്ല പറയുന്നത്, ആ രുചി അറിയാത്ത ഒരു കുട്ടിയാണ് എന്റെ ക്ലാസ്സിലുണ്ടെങ്കിൽ അത് ഇല്ലായ്മ കൊണ്ടാണ് ഇന്നത്തെ കാലത്ത്. തീർച്ചയായിട്ടും. അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യം, പ്രത്യേകിച്ച് പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്ന കുട്ടികളിൽ അത്തരം ഒരുപാട് കുട്ടികളുണ്ടാകാൻ സാധ്യത ഉണ്ടാവും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അന്ന് എൻ്റെ മനസ്സിൽ ആ പാഠഭാഗങ്ങളൊക്കെ എടുത്തു പോയപ്പോഴും അത് രസകരമായിട്ട് എത്തിച്ചിരുന്നെങ്കിലും എൻ്റെ മനസ്സിലൊരു ചെറിയ കത്തൽ ഇങ്ങനെ കത്തണം. ആ പിസയുടെ എടുത്തു കൊണ്ടുവരേണ്ടില്ല, പിസയുടെ ആ ഒരു മാതൃക കൊണ്ടുവരാൻ, അതിന് പകരം വേറെ എന്തെങ്കിലുമൊക്കെ ആവാമായിരുന്നു ആ കുട്ടിക്ക്. കാരണം ആ മനസ്സിൽ തട്ടുന്ന ഒരു സാധനം ഞാൻ അവിടെ പറഞ്ഞു പോയല്ലോ, അവതരിപ്പിച്ചു പോയല്ലോ എന്ന് തോന്നിയപ്പോ ആ കുട്ടിക്ക് അത് കിട്ടാൻ വേണ്ടിയിട്ട് അവളെ അറിയാതെ സർപ്രൈസ് ആയിട്ട് എന്ത് ചെയ്തു, എത്തിച്ചു കൊടുത്തു. വെരി ഗുഡ്. അതാണ് നമുക്ക് നമ്മുടെ ഒരു അധ്യാപനം എന്ന് പറയുന്നത്, വിദ്യാർത്ഥികളുടെ മനസ്സിലേക്ക് നമ്മൾ കയറുക എന്ന് പറയുന്നത് അത് ശരിക്കും അനുഭവമാണ്. അതാണ് അനുഭവങ്ങളുടെ കരുത്തിലാണ് നമ്മൾ ഇത്തരം കാര്യങ്ങൾ പഠിക്കുന്നത്. പറഞ്ഞ അല്ലെങ്കിൽ പാന്റോ ഷർട്ടോ ഇട്ട് വരികയാണെങ്കിൽ നിരന്തരം അത് കാണുകയാണെന്നുണ്ടെങ്കിൽ അതങ്ങനെ തുടരട്ടെ എന്നല്ലല്ലോ അധ്യാപകൻ ചിന്തിക്കുന്നത്. നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നുള്ള ആ കുട്ടിയെ ചെയ്തത് പറയല്ലോ, അധ്യാപകർ മാതൃകയാണ്. ആ കുട്ടിയെ ആ ഒരു ഇന്റർവെൽ സമയത്ത് കൊണ്ടുപോയിട്ട് ആ കീറിപ്പറഞ്ഞ കുപ്പായം ഒന്നുകൂടെ കീറിപ്പറിച്ചിട്ട് മൂലയ്ക്ക് വലിച്ചെറിഞ്ഞ് പുതിയൊരു കുപ്പായിട്ട് വാങ്ങിച്ചു കൊടുക്കുക, സ്കൂളിലേക്ക് കൊണ്ടുവരുന്നത്. ചെയ്യുന്നതാണ് അത്. ഞാൻ എന്റെ ഒരു പദ്ധതിയാണ്, എന്റെ ഒരു അവർക്കും എന്ന് പറഞ്ഞിട്ട് അത് അങ്ങനെ പറയല്ലേ, അവർക്കും എന്ത് നമുക്ക് കിട്ടുകയാണെങ്കിൽ അവർക്കും അത് രൂപത്തിൽ വരണം. അത് മറ്റുള്ള കുട്ടികളെ സഹായിക്കുക എന്നുള്ള ഒരു മെന്റാലിറ്റി കുട്ടികൾക്ക് കിട്ടണം. നല്ല ഭക്ഷണങ്ങൾ കൊണ്ടുവരുമ്പോൾ നമ്മൾ നിരുത്സാഹപ്പെടുത്തും. കാരണം ഇത് കിട്ടാത്ത മക്കൾ ഉണ്ടെങ്കിൽ ഞാൻ പറയും കൊടുന്നോ, ഞങ്ങൾക്ക് എല്ലാവർക്കും കിട്ടണം, ആ രൂപത്തിലാകണം. കാരണം മറ്റുള്ളവന്റെ മനസ്സിലൊരു സങ്കടം ഉണ്ടാവുന്ന ഒരു സംഗതി ഉണ്ടാകാൻ പാടില്ല. നേരത്തെ പറഞ്ഞ ലൈഫിൽ വലിയ സ്ട്രഗിൾ അനുഭവിക്കുന്ന കുട്ടിക്ക് ഒരു അച്ഛൻ്റെ സമീപനം അല്ലെങ്കിൽ അമ്മയുടെ അടുത്ത് ഇടപഴകുന്ന സമീപനമൊക്കെ ആഗ്രഹിക്കുന്നുണ്ടാവാം, പക്ഷെ ആ കുട്ടിക്ക് അത് കിട്ടണില്ല. അതുകൊണ്ട് അവരുടെ മുന്നിൽ ഒരു വൈഷമ്യം ഉണ്ടാക്കുന്ന സാധനം ഒരിക്കലും നമ്മൾ കുട്ടികളുടെ ഇടയിൽ നിന്ന് അത് ഉണ്ടാവാതിരിക്കാനുള്ള മുൻകരുതലുകൾ അധ്യാപകരെടുത്താൽ ഒരുപാട് ക്ലാസ് റൂമുകൾ തുല്യരാവും. അതാണ് യഥാർത്ഥത്തിലുള്ള തുല്യത സമത്വം എന്ന് പറയുന്നത്. ആ കുട്ടികളെയും കൂടി ഉൾക്കൊള്ളിക്കണം എന്നുണ്ടെങ്കിൽ പടികളില്ലേ അപ്പള്ള അവരും കൂടി എന്ത് ചെയ്യണം, ആ മൈൻഡിലേക്ക് മാറ്റി അവർക്കുള്ള എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇവര് വാടക വീട്ടിലാണ് നിക്കണത്, അത് നമ്മൾ കൊടുക്കണ ഒരു പാടാണ്.
അപ്പൊ അവരും കൂടി നിരീക്ഷിക്കുകയാണ് ഈ കുട്ടി എങ്ങനെയാണ്, ഈ കുട്ടിയുടെ സാഹചര്യം എന്താണെന്നുള്ളത്. സാറ് പറഞ്ഞ രൂപത്തിലുള്ള ബുക്കുകളൊന്നും അല്ല ഞാൻ വാങ്ങിക്കുന്നത്. എന്റെ ഉപ്പാന്റെ അടുത്ത് പൈസ ഇല്ല, എന്റെ ഉപ്പാക്ക് ഇങ്ങനത്തെ ബുക്കുകൾ വാങ്ങാനേ പറ്റുള്ളൂ. അല്ല മാഷ അങ്ങനെ പറഞ്ഞ ബുക്ക് നമ്മളെല്ലാവരും പ്രവർത്തനങ്ങൾക്കും വേണ്ടിയിട്ടാണ്. അപ്പൊ ആ കുട്ടിയെ ഞാൻ നേരിടുന്നത് എങ്ങനെയാ? ഞാൻ ആഗ്രഹിക്കുന്ന എല്ലാ കുട്ടികളോട് നിർദ്ദേശിച്ചിട്ടുള്ള അങ്ങനത്തെ പുസ്തകങ്ങൾ വാങ്ങിയിട്ട് കൊടുക്കുക, എന്നിട്ട് അവളെ ബുക്കുകൾ വാങ്ങണം. ഇത് ഞാൻ വേറെ കുട്ടികൾ, ചെറിയ കുട്ടികൾ സമയം ഒരു അധ്യാപകനായും രക്ഷിതാവായും ഒക്കെ മാറേണ്ട സാഹചര്യങ്ങളാണ് ചെയ്യുന്നുണ്ട്. ഞാനത് വലിയ സംഭവമായിട്ട് പറയാം. പക്ഷെ അത് നമ്മൾ പറയുന്നത് മറ്റുള്ളവർക്ക് മാതൃകയാക്കാവുന്ന കാര്യമാണല്ലോ. റിസൾട്ട് ഇങ്ങനെ ഞാൻ സഹായിച്ച ഒരു കുട്ടിയുടെ അടുത്തിരിക്കുന്ന കുട്ടി പറയാണ്, നിങ്ങൾ ഈ കുട്ടീനും കൂടി വിനോദയാത്രക്ക് പഠനയാത്രക്ക് ചേർക്കോ, ഓളെ പൈസ ഞാൻ തരാം. ആണ് നമ്മൾ അവർക്ക് കൊടുക്കുന്ന ഒരു പാഠം അവർ ജീവിതത്തിലേക്ക് പകർത്തുക എന്നുള്ളതാണ് പറഞ്ഞതാണ്. പിന്നെ നിങ്ങൾ സ്കൂൾ തുറക്കുമ്പോൾ കുറേ കുട്ടികൾക്ക് പുസ്തകങ്ങളൊക്കെ വാങ്ങി, അതിന് 2-3 കുട്ടികൾക്കുള്ളത് ഞാൻ തരാം. എൻ്റെ എടുത്തു വെച്ച പൈസയിൽ നിന്ന് എൻ്റെ പെച്ചി പറഞ്ഞതാണ്. ഇതാണല്ലോ വളർത്തേണ്ടത്. ഇതിനും വലിയ ഏറ്റവും വലിയ പാഠം എന്താ? പാഠപുസ്തകങ്ങളിലെ പാഠത്തിനേക്കാൾ സഹജീവികൾ. അവൻ പഠിക്കണം എന്നുണ്ടാവില്ല, നന്നായി എഴുതണം എന്നുണ്ടാവില്ല, ഓൻ എ ഗ്രേഡ് കിട്ടിക്കോണമെന്നില്ല, പക്ഷെ ഓന്റെ ജീവിതത്തിൽ നല്ലൊരു മനുഷ്യനാക്കി മാറ്റാൻ നല്ല മനുഷ്യനായി മാറി. ഇന്ന് എന്നാൽ ഞാൻ അവർക്കുള്ള കൂട്ടാനും കൂടി കൊണ്ടട്ടോ എന്ന് പറയുന്ന രൂപത്തിലേക്ക് കുട്ടി മാറണം. അതാണ് ശരിക്കും ഇന്നത്തെ കാലത്ത് വേണ്ടത്. അതില്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒന്ന് മറ്റുള്ളവരുടെ വിഷമങ്ങളോട് മുഖം തിരിക്കണം. കാരണം എന്താ, അവനവന്റെ കാര്യങ്ങൾ നടന്നു പോകുന്നുണ്ട്. അതുണ്ടാവാൻ പാടില്ല. മുന്നിലിരിക്കുന്ന കുട്ടി, ഇപ്പൊ നമുക്ക് ഗസയിലെ വിഷയമാണ്. ഞാൻ എല്ലാ ദിവസവും പത്രം ക്ലാസ്സിൽ കൊണ്ടുകൊടുക്കും. പത്രം എന്നിട്ട് ഞാൻ പറയും, ഈ ചിത്രം എന്താണെന്നറിയോ? ഈ ചിത്രം ഫാൻസി ഡ്രസ് അല്ല, അവർക്ക് വാരിയല്ലുകൾ അവർ കൃത്രിമമായിട്ട് അങ്ങനെ ആക്കിയതുമല്ല, ഒട്ടിപ്പിടിച്ച വയറും കരയണ അമ്മയൊക്കെ ഉള്ളത് ചിത്രം വരച്ച് അല്ലെങ്കിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട് ഒരു നാടകത്തിലെ ചിത്രമല്ല, ഇത് യഥാർത്ഥ സംഭവമാണ്. ഭക്ഷണം വാരി കഴിക്കുമ്പോൾ, ഭക്ഷണം ഓവറായിട്ട് വാങ്ങി കഴിക്കുമ്പോൾ അത് കൊണ്ടുപോയിട്ട് വേസ്റ്റ് ബാസ്ക്കറ്റിൽ കൊണ്ടുപോയി തള്ളുമ്പോൾ നമ്മൾ ചിന്തിക്കണം കേട്ടോ. ഓരോ കുട്ടിയുടെ മനസ്സിലും അത് കൊത്തിവെക്കപ്പെടും. ഭക്ഷണം അവർക്ക് കാണിച്ചു കൊടുക്കണം. ഈ ചിത്രം എന്താണെന്നറിയോ? അതൊരു കവിതയായിട്ട് പറഞ്ഞു കൊടുക്കണം. അപ്പം ഉണ്ടാക്കും ഒരു കവിത, എന്നിട്ട് പറഞ്ഞു കൊടുക്കുക, ഇത് എന്തിനാണ് ഈ കവിത? ഇത് അനുഭവിക്കുന്നതാണ്. വലിയ വിശപ്പിന് വലിയ വില ഉണ്ട് എന്നുള്ളത് മനസ്സിലായില്ലേ? അത് ആ ഒരു പാത്രം നന്നായിട്ട് തുടച്ച് കഴിക്കാനൊരു പ്രചോദനമാണെങ്കിൽ ഏറ്റവും വലിയ പാഠം അതല്ലേ? അങ്ങനെയാണ് നമ്മുടെ ലൈഫ്. ഞാൻ സംഭവം ഞാൻ എല്ലാ മേഖലയും ടച്ച് ചെയ്യണം. ടീച്ചർ എന്ന് പറഞ്ഞാൽ ഒരു പാഠം എടുത്തു കഴിഞ്ഞാൽ ഒരു പീരീഡ് കഴിഞ്ഞാൽ ഓടി വരുന്ന ഒരാളല്ല. അവിടെ എന്തൊക്കെയാണോ ബിഹേവിയറലായിട്ടുള്ള ഒരു ചേഞ്ച് വരികയാണെങ്കിൽ ആ ചേഞ്ചിനെ അടിച്ചമർത്തി പറയല്ല. അതുകൊണ്ടുള്ള ഒരു സ്വാധീന ശക്തിയായിട്ട് ടീച്ചർക്ക് മാറാൻ പറ്റും. ഇന്നത്തെ കാലത്ത് അധ്യാപകന് പേടിയാണ്. കാരണം കുട്ടിയെ തിരുത്താനോ രക്ഷിതാക്കളുടെ പ്രവണതകൾ അധ്യാപകൻ തമ്മിലുള്ള ഒരു ബന്ധത്തിലെ വ്യത്യാസമാണ്. അതെ, ഇപ്പൊ മാഷിനെ സംബന്ധിച്ച് അതൊരു വലിയ പ്രയാസം ഉണ്ടാവില്ല. മാഷിന് ഏത് രീതിയിൽ ആ കുട്ടിയെ കൊണ്ടുവരാൻ പറ്റും. ഒരു ഭയമാണ് അവർക്ക്, വലിയൊരു ചലഞ്ചാണ് ശരിക്ക് ഒരു കുട്ടിയെ കൈകാര്യം ചെയ്യാന്നുള്ളത്. കാരണം ആ കുട്ടിയുടെ ബിഹേവിയർ ചേഞ്ച് വരുന്നതൊക്കെ കൃത്യമായിട്ടും അധ്യാപകന് മനസ്സിലാവും. ആ ചേഞ്ച് നമ്മൾ ക്ലിയർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഭാവിയിലെ ഏറ്റവും വലിയൊരാളായിട്ട് അവന് മാറും. അവന്റെ ചിത്രങ്ങളും അവനെ കുറിച്ചുള്ള വാർത്തകളും നെഗറ്റീവായിട്ട് പലയിടത്തും വരും. അന്ന് അധ്യാപകൻ എതിക്കേണ്ടി വരും. എനിക്ക് അവനെ നന്നാക്കാമായിരുന്നു. ഇവനിൽ ഈ ഒരു സ്വഭാവം ഞാൻ അന്നേ നോട്ട് ചെയ്യേണ്ടതായിരുന്നു. എന്നിട്ട് ഞാൻ അതിൽ ചെറിയൊരു മാറ്റം വരുത്തി. കുഞ്ഞുമക്കളല്ലേ, നിഷ്കളങ്കരല്ലേ, ചേർത്ത് പിടിച്ച് തലയിലൊന്ന് തലോടിയാൽ ഇതിന്റെ ഭവിഷ്യത്തൊന്ന് പറഞ്ഞു കൊടുത്താൽ ഒരുപക്ഷെ ആ റേഞ്ചിൽ നിന്ന് അവർ മാറും. അതിന് ശ്രമിക്കാതെ പിന്നെ പത്രവാർത്ത കാണുമ്പോൾ അയ്യോ പാവം ഇവിടെ പഠിച്ച കുട്ടിയല്ലേ, ഇന്റെ ക്ലാസ്സിലുണ്ടായിരുന്നല്ലോ, ഓൻ അന്നേ അതൊക്കെ ചെയ്യണ ആളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ചുകൂടെ കുറ്റം കൂട്ടി പറയുന്നതിനേക്കാൾ നല്ലതാണ് നമ്മൾ ആ സമയത്ത് തന്നെ കെയർ ചെയ്ത് അവന്റെ ഒരു വഴി അധ്യാപകർക്ക് കൂടിയുള്ള ഒരു പാഠമാണ്. ഞാനത് ഇപ്പോഴും പറയാം. പക്ഷെ നമ്മളത് പറയുമ്പോൾ നമ്മൾ എക്സ്പീരിയൻസിന്റെ രീതിയിൽ പറയല്ല, ഞാനത് നമ്മൾ വലിയ സംഭവമായിട്ട് പറയല്ല. പക്ഷെ ഇതെല്ലാ ക്ലാസ് റൂമിൽ വേണം. വിദ്യാർത്ഥികളുടെ മനോഭാവങ്ങൾ ഇങ്ങനെ തന്നെ വരണം. അതിനപ്പുറത്തേക്ക് ഒരു അധ്യാപകന് മാറാൻ കഴിയില്ല. അധ്യാപകൻ എന്നുള്ള ആ ഒരു പദത്തിന് പരിപൂർണ അനുയോജ്യനാവണമെങ്കിൽ ഇതാവണം. നമ്മൾ സമ്പൂർണ്ണമായിട്ടും ഒരു അധ്യാപകനായിട്ട് മാറണം. അതാണ് അതിന്റെ വലിയൊരു ഘടകം. അല്ലാതെ നമ്മളെ കയ്യിൽ കുറെ ക്വാളിഫിക്കേഷൻ, നമ്മൾ കയ്യിൽ ഇനിയും ഗവൺമെന്റ് പറയുന്ന എല്ലാ ക്വാളിഫിക്കേഷനും നമ്മൾ നേടിയെടുക്കാൻ മത്സരിക്കുക. കുട്ടികളിലേക്ക് എത്തിക്കേണ്ട
സാധനങ്ങളുണ്ടല്ലോ, അതിന്റെ ഒരു ക്വാളിഫിക്കേഷൻ ആണ് അധ്യാപകർ ആദ്യം നേടേണ്ടത്. അത് നേടണം എന്ന് പറഞ്ഞാൽ നമ്മളിൽ ഉണ്ടാവാം, നമ്മളത് പൊടി തട്ടിയെടുക്കണം, നമ്മുടെ അധ്യാപനത്തിൽ അത് ഉപയോഗപ്പെടുത്തണം എന്നാണ് എനിക്ക് എപ്പോഴും പറയാനുള്ളത്. പക്ഷെ ഞാനിത് പറയണത് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് എന്റെ ഒരു എക്സ്പീരിയൻസ് ആണ്, ഞാൻ ധൈര്യമായിട്ട് പറയും. അതിലൊരു ഘടകമുണ്ട്, കാരണം നമ്മളതൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട്. ഞാൻ എപ്പോഴും മുന്നിൽ വെക്കുന്ന ഒരു ആശയം എന്ന് പറഞ്ഞാല് ഹാപ്പി ക്ലാസ് റൂം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ. 1, 2 വേറിട്ട അധ്യാപനം, വേറിട്ട ഒരു പഠന രീതി, കുട്ടിയെ ഉൾക്കൊണ്ടിട്ടുള്ള ഒരു ജ്ഞാനം. ഇതേ രീതി ചിലപ്പോൾ വലിയ ക്ലാസ്സുകളിൽ ചെന്നാൽ നടന്നോളണമെന്നില്ല, അത് വേറെ വശം. അതിനുശേഷം ഞാൻ ഉദ്ദേശിക്കുന്ന സാധനം എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു ചേഞ്ച്, കുട്ടിയിൽ കോൺഫിഡന്റ് ഉണ്ടാക്കുന്ന എന്തെങ്കിലും ഒരു ചേഞ്ച് 1 ഇയർ കൊണ്ട് ആ ഒരു അധ്യാപകൻ അവരിൽ ഉണ്ടാക്കണം. അത് സ്വഭാവം കൊണ്ട് വരും, സ്വഭാവം കൊണ്ടാവാം, എഴുത്തിന്റെ ഭംഗിയിലാവാം, അല്ലെങ്കിൽ അവരുടെ ആ ഒരു സഭാകമ്പൊക്കെ മാറി ആളുകൾക്കിടയിൽ സംസാരിക്കുന്നവരായിട്ട് മാറിയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ കാര്യങ്ങളോടൊക്കെ എന്താ പറയുക പ്രതികരിക്കാനുള്ളൊരു പ്രതികരണം വളരെ വലിയ ഘടകമാണല്ലോ. അങ്ങനെയുള്ളൊരു മൈൻഡിലേക്ക് ഏതെങ്കിലും തരത്തിൽ ബിഹേവിയറലോ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ അവരുടെ ഫിസിക്കലായിട്ടോ എന്തെങ്കിലും അവരുടെ ഡ്രസ്സിങ്ങിൽ വരെ ചേഞ്ച് വരുത്താൻ പറ്റും. ഭാഷ കുട്ടികളെ വീട്ടിലേക്കൊക്കെ പോകും തോന്നുന്നില്ല, എല്ലാ സമയത്തും ഇതുപോലെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പോകും. ഞാൻ എപ്പോഴും പറയും, ഞാൻ കുറച്ച് സമയം പഠിക്കാൻ പറയും. അത് നിങ്ങൾ ഫോണിന്റെ യൂസിങ്ങിലൊക്കെ ഞാൻ വലിയൊരു ലിമിറ്റ് ഇട്ടിട്ടുണ്ട്. ആ ലിമിറ്റ് ഒക്കെ എന്ന് പറഞ്ഞാൽ വേണം, ഇന്നത്തെ കാലത്ത് തലമുറ എന്ന് പറഞ്ഞാൽ അതിലേക്ക് ജനിച്ചു തലമുറ, അവരോട് നിങ്ങൾ ഇനി ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞാൽ അതിനൊരു വൃതം പോലെ സ്വീകരിക്കൂല. കാരണം അത്രമേൽ അത് വിലക്കപ്പെടുന്ന ആൾക്കാർ ദേഷ്യം കൂടുകയാണ്. നമ്മൾ തന്നെ അറിയാലോ, കുറച്ച് സമയം മാറിന്നാല് എന്ത് സംഭവിച്ചു എന്നുള്ളൊരു, നമ്മളിപ്പോ ഇത്രയും സമയത്തിനിടയിൽ എന്ത് സംഭവിച്ചു എന്ന് അറിയാനുള്ളൊരു വ്യഗ്രത നമുക്കൊക്കെ ഉണ്ടാവും. അപ്പൊ അതിന് പകരം നിശ്ചിത ഒരു ടൈം, എനിക്ക് മോളുണ്ട്, ആ മോളിൽ ഒരു ടൈം ഉണ്ട്, ആ ടൈം കഴിഞ്ഞാൽ ഇത്ര മിനിറ്റ് എങ്കിൽ ഇത്ര മിനിറ്റ്, അത് കഴിഞ്ഞാൽ എടുത്തു വെക്കും. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഫിസിക്കലായിട്ടുള്ള വേറെ എന്തെങ്കിലും ഗെയിമുകളിലോ അല്ലെങ്കിൽ കളികളിലോ ഏർപ്പെടാം. ഞാൻ എപ്പോഴും പറയുന്നതാണ്, കളിപ്പാട്ടങ്ങൾ വീട്ടിൽ വേണം, നിറയണം, പൊട്ടണം, കേടുവരണം, അതിന്റെ ചിറകെടുക്കണം. അതെന്താ അറിയോ, അവിടെയാണ് ആ കുട്ടി എൻഗേജർ ആവുന്നത്. അത് അടച്ചിട്ട ഷോക്കേസുകളിൽ കളിപ്പാട്ടങ്ങൾ തൊടാൻ അയക്കാതെ ഷോക്കേസിൽ ഭംഗിക്ക് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടി ആ കുട്ടിക്ക് അതറിയാതെ ഒരു അലങ്കാര വസ്തുവാണ്, ഇത് കളിക്കാനുള്ള വസ്തുവല്ല, ഞാൻ ഇരിക്കേണ്ടത് എന്റെ സ്ക്രീനിന്റെ മുന്നിൽ. അത് മാറണം. കളിപ്പാട്ടങ്ങൾ വാങ്ങിക്കൊടുക്കണം, മെന്റലി വർക്ക് ചെയ്യുന്ന രൂപത്തിലുള്ള സാധനങ്ങൾ കൊടുക്കണം. അങ്ങനെ ഒരു ചേഞ്ച് ഇങ്ങനെ അവരിലേക്ക് ഇങ്ങനെ വന്നാല് നോർമലി നമ്മുടെ കയ്യിൽ കിട്ടും. നമ്മള് നമ്മുടെ സേഫ് ആക്കാൻ വേണ്ടിയിട്ടുള്ള ടൂളാക്കിയിട്ട് അത് എന്ത് ചെയ്യരുത്, കൊടുക്കരുത്. നമ്മളൊന്ന് ഫ്രീ ആയിട്ടിരിക്കണം, ശല്യപ്പെടുത്തരുത് എന്ന് കരുതിയിട്ട് ഒരു ടൂള് കൊടുക്കുകയാണ്. അപ്പൊ കുട്ടിയുടെ മനസ്സിലെന്താ, ശല്യപ്പെടുത്താതിരിക്കാൻ ഉള്ള ടൂളായിട്ട് ഇത് എനിക്ക് കിട്ടുകയാണ്. പിന്നെ ഞാൻ എന്താണ്, എപ്പോൾ എൻഗേജ് ചെയ്താലും അവർക്കൊരു പ്രശ്നം ഇല്ല എന്നുള്ള തോന്നൽ വന്നു കഴിഞ്ഞാൽ അത് ഗ്രോത്ത് ചെയ്ത് അത് കൾച്ചറിനെ ബാധിക്കും. ബന്ധുക്കൾ വന്നാൽ മിണ്ടാതാവും, അവരെ കണ്ട മെയിൻ ചെയ്യില്ല, ദൂരത്ത് കോളിംഗ് ബെല്ല് വരച്ച ആ വാതിൽ പോലും തുറന്നു കൊടുക്കാൻ കഴിയില്ല. അടുത്ത ബന്ധം, തൻ്റെ പിതാവിൻ്റെ കുടുംബത്തിൽപ്പെട്ട ആരെങ്കിലും ഒരാൾ വന്നാൽ അവന് തിരിച്ചറിയാനായിട്ട്, അവനായിട്ട് സംസാരിക്കാൻ കഴിയുന്നില്ല, അവനൊരു ഒരു മൂടി കിട്ടിയ ഒരു അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കും. വന്നു കഴിഞ്ഞാൽ ഒന്ന് ചിരിക്കും, പിന്നെ അവൻ്റെ ഇതിൽ എൻഗേജാണ്. അതൊക്കെ മാറണമെങ്കിൽ ഇതൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യണം. അത് ഞാൻ എപ്പോഴും സംസാരിക്കണം, കാര്യങ്ങൾ അറിയണം, എന്തൊക്കെ പഠിച്ചു എന്നറിയണം. അതൊരു ശരിക്കൊരു ഡെയിലി റുട്ടീൻ പോലെ ആവണം. കുട്ടി സ്വയം വന്ന് പറയണം. നമ്മളിങ്ങനെ ക്വസ്റ്റ്യനെയർ ഇടുക, എന്നിട്ട് അതിന് ഉത്തരം തരുന്നതിന് പകരം അമ്മ ഇന്നത് സംഭവിച്ചു, എനിക്ക് ഇന്നതിൽ മാർക്ക് കിട്ടി, ഇന്ന് ബസ്സിൽ ഞാനൊന്ന് വീഴാൻ പോയി, ഇന്ന ബസ്സിൽ നിന്ന് കുട്ടികൾ കളിയാക്കി, ഇങ്ങനൊക്കെ പറയുന്ന ഒരു വീടുകൾ ഉണ്ടാവും. മാത്രമല്ല നമ്മളോട് പറയുന്നുണ്ട്, നമ്മളെ ബന്ധം കൊണ്ട് വീട്ടിലെ പല ചെറിയ ചെറിയ വിഷയങ്ങളൊക്കെ ഇങ്ങനെ പറയും. അങ്ങനെ ചെയ്തിട്ടുണ്ട്, ഉപ്പച്ചി ഉമ്മച്ചിനെ അടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പറയണത് എന്തുകൊണ്ടറിയോ, അവർക്ക് നമ്മൾ അതുകൊണ്ടാണ് അവരുടെ വീട്ടിലെ കാര്യങ്ങൾ, കല്യാണത്തിന് പോയ കഥ, അവിടുന്ന് ആ ഭക്ഷണം കഴിച്ച കഥ, ഈ ഭക്ഷണം കഴിച്ച കഥ ഒക്കെ നമ്മൾ ഒന്നു ചെവി കൊടുത്താൽ നമുക്ക് ആ കുട്ടിയെ പൂർണ്ണമായിട്ടും നമ്മുടെ ഒരു ഇതിലേക്ക് കിട്ടുകയാണ്. അതാ ഞാൻ നേരത്തെ കുട്ടിനെ
മനസ്സിലാക്കി പഠിപ്പിക്കാൻ ഇങ്ങനൊരു റിലേഷൻസ് വേണം. നേരെ മറിച്ച് ഒരു വർഷം നമ്മുടെ മുന്നിൽ ഇരുന്നിട്ട് പോലും ആ കുട്ടിയെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ആ കുട്ടി വലിയൊരു അപകടത്തിൽ ചെന്ന് ചാടിയിട്ട് ഞാനൊരു വർഷം നിന്നിട്ട് ഞാനിത് അറിഞ്ഞില്ലല്ലോ, അല്ലെങ്കിൽ ആ കുട്ടിയുടെ വീട്ടിൽ വലിയൊരു സംഭവം സംഭവിച്ചതിന് ശേഷം ആ കുട്ടി അവിടെ സേഫ് അല്ലായിരുന്നല്ലോ എന്ന് എനിക്ക് ഇപ്പോഴാണല്ലോ ഈ വാർത്ത വന്നതിന് ശേഷം ഇത് ശരിക്കും നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു കേസ് ആയിരുന്നു. പക്ഷെ അവിടെ ഒരു പക്ഷേ ഒരു രക്ഷാപ്രവർത്തകന് തുല്യം അവർക്ക് മാറാമായിരുന്നു. പറയണത് ഒരു ടീച്ചർ എന്ന് പറഞ്ഞാല് ഒരു സിലബസ് കവർ ചെയ്യേണ്ട ഒരാളല്ല, സിലബസ് കവർ ചെയ്യേണ്ട ആളല്ല എന്ന് പറഞ്ഞാൽ വേണം എന്നല്ല ഞാൻ പറയണത്. മുഴുവനായിട്ട് അങ്ങനെ ഒരു ടീച്ചിങ്ങിനായിട്ടുള്ള ഒരു ഫെസിലിറ്റേറ്റർ ആയിട്ട് മാത്രം പോരാ. കെയറർ, അയാൾ കെയർ ചെയ്യണം, വിവരങ്ങൾ അറിയണം, അവനില്ലായ്മകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കണം. അത് ഒന്നും നഷ്ടപ്പെടാനില്ല. നമ്മളെ മക്കൾക്ക് എന്തൊക്കെയോ വാങ്ങി കൊടുക്കുന്നതിനപ്പുറത്തേക്ക് ഈ കുട്ടിയെ പരിഗണിക്കുക എന്നുള്ളത് ഒരു പണിയുള്ള കാര്യമല്ല. അതിന് വളരെ ചെറിയ സംഖ്യ എന്തൊക്കെ വരുള്ളൂ. ഇനി അത് വാങ്ങിക്കൊടുത്തു വിചാരിച്ചിട്ട് ഒന്നും നഷ്ടപ്പെടാനില്ല. ഭാവിയിലും അവന്റെ മനസ്സിൽ അതൊക്കെ തങ്കലിപികളാൽ എഴുതപ്പെട്ട കിടക്കും. ഇനി അത് നമ്മൾ വലിയ അവൻ മറ്റൊരാൾക്ക് ഭാവിയിൽ ഒരു പക്ഷേ അതിനും വലിയ ഉപകാരങ്ങൾ ചെയ്യാൻ അത് കാരണമാവും. അവശരാവണ സമയത്ത് നമ്മുടെ കൂടെ അവരുണ്ടാവും. അത് പിന്നെ ബെഞ്ചിലിരിക്കുന്ന കുട്ടിയെ ഞാൻ എപ്പോഴും അതാണ്, ഞാൻ എല്ലാവരും തുല്യരായിട്ടാണ് കണക്കാക്കുന്നത്. എന്റെ മനസ്സ് എപ്പോഴും പറയണത് അങ്ങനെ ഒരു അവസ്ഥ ഉള്ള കുട്ടിയെ കൂടുതലായിട്ട് നമ്മളോട് അറ്റാച്ച് ഉണ്ടാവുള്ളൂ. ഇപ്പോഴൊന്നും ഇതിന്റെ ഒരു ഷഫീഖ് മാഷിന് ഇതിന്റെ റിസൾട്ട് കിട്ടണത് ഇപ്പോഴൊന്നല്ല. എന്റെ മുന്നിലിരിക്കുന്ന ആ ചെറിയ മക്കള് ഒരു പരിപാകത വരുന്ന സമയത്ത് അവര് ഇതൊക്കെ എഴുതും. തീർച്ചയായിട്ടും എഴുതി വെക്കും. അവരുടെ പ്ലാറ്റ്ഫോമുകൾ അവർ സംസാരിക്കും, എന്നെ കുറിച്ച് പറയും, എന്റെ ക്ലാസ്സുകളെ കുറിച്ച് പറയും, എന്റെ രീതികളെ കുറിച്ച് പറയും. ചേർത്ത് പിടിച്ചവന് ഒരുപാട് പറയാനുണ്ടാവും. തീർച്ചയായിട്ടും അല്ലേ? കുഞ്ഞുണ്ണി മാഷും കുട്ടികളെന്ന് പറയുന്ന പോലെ ഷഫീഖ് മാഷും കുട്ടികളും വരണം, ആവട്ടെ. ഓക്കെ, അങ്ങനെ ആവണം. മാഷോട് ഇപ്പൊ സംസാരിച്ചപ്പോഴേ സമയം എത്ര പോകുന്ന അറിയുന്നില്ല. കാരണം ഒരുപാട് കാര്യങ്ങൾ മാഷ മനസ്സിലുണ്ട്. അതൊക്കെ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ടതും തന്നെയാണ്. പക്ഷെ സമയത്തിന്റെ ഒരു പരിമിതി ഉള്ളത് കൊണ്ടാണ്. ഒറ്റ കാര്യം കൂടി ചോദിച്ചോട്ടെ, അപ്പൊ ഈ വീഡിയോസ് ഒക്കെ ചെയ്യാനൊക്കെ സഹായിക്കുന്നതൊക്കെ ആരാണ്? മാഷിന് അതിനൊരു ടീമുണ്ടോ, അല്ലെങ്കിൽ സഹപ്രവർത്തകരോ അധ്യാപകരോ? സഹപ്രവർത്തകരായ അധ്യാപകരാണ്, നമുക്കൊപ്പം എപ്പോഴും സഞ്ചരിക്കുന്ന ആളുകളാണ്, കൂടെ നിൽക്കുന്ന ആൾക്കാരാണ്. വളർത്തുക എന്ന് ഷഫീഖിനെ വളർത്തുക എന്നുള്ള ഷഫീഖിന് ഒറ്റയ്ക്ക് കഴിയില്ലല്ലോ. കൂടെ ആളുകൾ ഒരു ടീം വർക്കിന്റെ ഒരു തലം കൂടി ഉണ്ട്. ടീം വർക്ക് ആയിട്ട് തന്നെയാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ചില സമയങ്ങളിൽ നമ്മൾ ഈ പുറത്തുനിന്നൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മുടെ വീട്ടുകാരുടെ സഹായം കിട്ടും, ഭാര്യയുടെ സഹായം കിട്ടും, അങ്ങനെയുള്ള സഹായങ്ങളൊക്കെ ഉണ്ട്. വീട്ടുകാർക്ക് ഫുൾ സപ്പോർട്ടായിട്ട് കൂടെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നു. ഇപ്പൊ ഇന്ന് ഈ വരവ് ഭാര്യ ടീച്ചറാണോ? ഭാര്യ ടീച്ചറാ, സഫാർ റസ്മ എന്നാണ് പേര്. ഞാൻ അവളെയും ടീച്ചിങ് ഫീൽഡിലേക്ക് എത്തിക്കുക എന്നുള്ളതായിരുന്നു എന്റെ വലിയ ഉത്തരവാദിത്തം. നമ്മൾ പഠിപ്പിച്ചു, അവള് നന്നായിട്ട് അത് കവർ ചെയ്തു. ഇപ്പൊ ഒരു രീതിയിലൊക്കെ ക്ലാസ് എടുക്കും. അതെ, ആ രീതി അക്സെപ്റ്റ് ചെയ്യണം എന്നാണ് ഞാൻ എപ്പോഴും കൊടുക്കുന്ന ഒരു ഗൈഡൻസ്. മാത്രല്ല PSC എക്സാം എഴുതി, റിസൾട്ട് കിട്ടി. ഇനി നമ്മളൊരു നല്ല പോസ്റ്റിന് പ്രതീക്ഷിച്ച് നിൽക്കുകയാണ്. അപ്പോൾ സമ്പൂർണ്ണ മക്കൾ എത്ര പേരാ? ഒരാളാണ്, ഷിമാസ് ഐസൽ എന്നാണ്. LKG. നന്നായിട്ട് ക്യാച്ച് ചെയ്യുന്നുണ്ട്. ക്യാച്ച് ചെയ്യാനുള്ള കാരണം തന്നെ അറിയാം, നമ്മളെ രീതിയാണ്. ആ രീതി അവളും അതേപോലെ ചെയ്യുന്നുണ്ട്. എന്റെ ആദ്യത്തെ ഇര അവളാണ്. ക്ലാസ് റൂമിലെ ആദ്യത്തെ ഇരകള്. ഇപ്പൊ എന്നെ കണ്ടാ പോലും കുട്ടികളെ അങ്ങനെയുള്ളൊരു അപ്പൊ എവിടെന്നെങ്കിലും കുട്ടികളെ നേടാൻ എന്തോ ചോദിക്കണ അങ്ങനെ ഒരു ഞങ്ങള് തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് അങ്ങനെയാണ്. കുടുംബം അങ്ങനെ ആവണം. അങ്ങനെ ആവുമ്പോഴാണ് ശരിക്ക് വലിയ മാറ്റങ്ങൾ കുട്ടികളിൽ സംതൃപ്തി ഉണ്ടാവുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ ഡിവൈസുകളുടെ ഉപയോഗത്തിലൊക്കെ അവള് വളരെയേറെ അവളത് അക്സെപ്റ്റബിൾ ആണ്. ഇത്ര മതി. ആ 10 മിനിറ്റ് കഴിഞ്ഞാൽ ഓൾറെഡി നമ്മൾ പറയാം 10 മിനിറ്റ് ആയോ. പിന്നെ അവളെ മനസ്സിലാ ചിന്തയേ ഇല്ല. പക്ഷെ ഇന്ന് അങ്ങനെ ഇല്ലല്ലോ. ഇന്ന് എവിടെ സ്ഥലത്ത് പോവുകയാണെങ്കിലും കുട്ടികൾ നമ്മൾ ഒഴിവാക്കും. ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ പോലും കുട്ടിയെ ശല്യപ്പെടുത്തുകയാണെങ്കിൽ എന്ത് ചെയ്യും, നമ്മളെ ഡിവൈസ് അവരെ കയ്യിൽ കൊടുക്കും. കുട്ടിക്ക് അറിയാം ഡോക്ടർ ചികിത്സ കഴിയുന്നത് വരെ എന്റെ കയ്യിൽ ഈ സാധനം ഉണ്ടാവും, അല്ലെ? കുറച്ച് സമയം ഞാൻ ഇതിനെ ഇങ്ങനെ ഒരു ചിന്ത വരുമ്പോ ഉമ്മ ബിസി ആവുമ്പോ ഉപ്പ ബിസി ആവുമ്പോ നേരെ സാധനം ആവശ്യപ്പെടും. ആ രൂപത്തിലൊന്നും അവിടെ ഇല്ല. വളരെ കളിപ്പാട്ടങ്ങളിൽ തന്നെയാണ്. നല്ല ആക്റ്റീവായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യും. ഒരു ഞാൻ പറഞ്ഞല്ലോ, അവളെ വഴി അവൾ തിരഞ്ഞെടുക്കണം. അവൾ ഏത് ഫീൽഡിലേക്കാണ് എന്നുള്ളത് അവൾ തന്നെ തിരഞ്ഞെടുക്കണം. അത് കുട്ടികൾക്ക് കൊടുക്കേണ്ടതാണ്. പക്ഷെ എപ്പോഴും നമ്മുടെ ഒരു പിടുത്തുള്ള മക്കളായിട്ട് മാറിയാൽ അത് ഭാവിയിൽ നമുക്ക് ഒരുപാട് ഗുണം ചെയ്യും. അതാണ് ഞാൻ എപ്പോഴും അത് എല്ലാ കാര്യത്തിലും ഞാൻ ശ്രദ്ധിക്കുന്നത്. എനിക്ക് ജനറേഷനോട്, പുതിയ ടീച്ചേഴ്സിനോടും പറയാനുള്ളത്, അപ്ഡേറ്റഡ് ആണ് നമ്മൾ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് പറയണം. എല്ലാവരും പറയണത് അപ്ഡേറ്റ് ആവണേ, ഇല്ലെങ്കിൽ നമുക്ക് വാല്യൂ ഉണ്ടാവില്ല എന്നാണ്.
ട്രെൻഡിനനുസരിച്ച് കൂടുതലായിട്ട് സഞ്ചരിക്കരുത്. അതെ അതെ അത് കുറച്ച് കൂടുതലാണ്. ട്രെൻഡിനനുസരിച്ച് കൂടുതലായിട്ട് സഞ്ചരിക്കുമ്പോൾ പൊതുസമൂഹത്തിന് മുന്നിൽ അത് എത്തുമ്പോൾ അവരൊരു വിലയിരുത്തൽ നടത്തണം. അത് നമുക്കറിയില്ല, അവരെന്താണ് പറയുന്നത്. അതുകൊണ്ട് ട്രെൻഡിനനുസരിച്ച് നീങ്ങുന്ന അധ്യാപകര് അത് കാലഘട്ടത്തിന്റെ ആവശ്യതാണ് എന്നൊക്കെ നമുക്ക് സ്വയം പറയുമെങ്കിലും ഒരു സമൂഹത്തിനെ നെഗറ്റീവായിട്ടും എന്ത് ചെയ്യും, അധ്യാപനത്തിനെ അധ്യാപക സമൂഹത്തിനെയൊക്കെ നെഗറ്റീവായിട്ടും ബാധിക്കും. അത് പലപ്പോഴും പല അവസരങ്ങളും ഇല്ലാതാക്കും. അങ്ങനെ ഉണ്ടല്ലോ. അതുകൊണ്ട് ട്രെൻഡിനനുസരിച്ച് നീങ്ങണം. അത് എന്തിലേക്ക് അക്സെപ്റ്റബിൾ ആക്കണം, സൂട്ടബിൾ ആക്കണം. നമ്മുടെ സിലബസിനേറ്റും ടീച്ചിങ് മെത്തേഡുകളുമായിട്ടൊക്കെ എന്ത് ചെയ്യണം, കണക്ട് ചെയ്യണം. അല്ലാതെ വെറും ഒരു ട്രെൻഡിനനുസരിച്ച് നീങ്ങിക്കഴിഞ്ഞാൽ ആ ട്രെൻഡ് മാത്രമേ ആ ട്രെൻഡ് കഴിഞ്ഞാൽ നമ്മളും കഴിഞ്ഞു. അതിനപ്പുറത്തേക്ക് നമ്മൾ കുറച്ചുകൂടെ ആക്റ്റീവ് ആവണം. ഇന്നിപ്പോ ഇത്തരത്തിലുള്ള റീൽ ക്ലാസ് റൂമുകളൊക്കെ സജീവായി തുടക്കട്ടു എന്നുള്ള സന്തോഷമാണ് എനിക്ക്. ഞാൻ ആ ഒരു കാലത്ത് അതിന് തുടക്കട്ടു എങ്കിൽ അപ്പോ ഇന്നത് കൂടുതലായിട്ട് എത്തൽ തുടങ്ങി. അതൊരു പ്രചോദനമാണ്. പക്ഷെ അതിനെ നശിപ്പിക്കുന്ന വിധത്തിലേക്ക് നമ്മൾ ഈ മീഡിയാസ് എന്ന് പറഞ്ഞാൽ ഇന്ന് നന്നായി പറഞ്ഞവനെ നാളെ മോശാക്കി പറയും. ഉറപ്പാണ്, സ്വാഭാവികമാണ്. അപ്പൊ അതിലേക്കുള്ള വഴി നമ്മളായിട്ട് തുറന്നു വെക്കാൻ പാടില്ല. അതിനനുസരിച്ച് മുന്നോട്ട് പോകണം. അധ്യാപകനാണ് എന്നുള്ള ബോധം അത് ട്രെൻഡ് ഉണ്ടാവാം. ട്രെൻഡുകൾ മാറി മറിയും. പോസിറ്റീവ് നോക്കിയിട്ട് അത് കുട്ടികളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് പരമാവധി എഫേർട്ട് എടുക്കുക. വെറുതെ ഒരു ഷോ ആയിട്ടൊന്നും ചെയ്യരുത്. അതിന്റെ റിസൾട്ട് മുന്നിലിരിക്കുന്ന കുട്ടികൾക്കും അതിന്റെ ഒരു നല്ല ഫീഡ്ബാക്ക് രക്ഷിതാക്കൾക്കും കിട്ടണം. പൊതുസമൂഹം അങ്ങനെ നമ്മളെ വിലയിരുത്തണം എന്നാണ് ഒരു സജഷനായിട്ട് പറയാനുള്ളത്. അത് ഉപദേശം എന്ന് പറയുന്നതിന് അപ്പുറത്തേക്ക് നമ്മളൊരു തുറന്ന് പറച്ചിലായിട്ട് കണക്കാക്കി. അപ്പോൾ വളരെ സന്തോഷം മാഷേ. ഇനി ഒരുപാട് കുട്ടികൾക്ക് 1000 വിദ്യാർത്ഥികൾക്ക് പ്രചോദനമാകാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. Way2Nikah.com, the exclusive Muslim matrimonial site.